പ്രിയപ്പെട്ടവരെ, പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം UDFിൻ്റെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട നജീബ് കാന്തപുരത്തിന് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് തഴക്കോട് പഞ്ചായത്തിൽ 112 നമ്പർ ബൂത്തിൽ വോട്ടഭ്യർത്ഥനയുമായി ഇന്ന് ഹൗസ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പ്രിയങ്കരനായ ബൂത്ത് കൺവീനർ പുത്തനങ്ങാടി ഹനീഫ, പ്രിയ സഹപ്രവർത്തകൻ പ്രിയങ്കരനായ ശിഹാബ് തങ്ങൾ പാലിയേറ്റീവ് കോർഡിനേറ്റർ പ്രിയപ്പെട്ട ഉണ്ണീൻക, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സീനത്ത് പുത്തൂർ, മസ്കത്ത് KMCCയുടെ പ്രിയങ്കരനായ നേതാവ് പ്രിയപ്പെട്ട PK ഹമീദ് ഭായ് തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഹൗസ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. കൃത്യമായി തന്നെ നജീബ് സാഹിബിനെ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി വളരെ ഗംഭീരമായി തന്നെ അതിൽ ഇടപെട്ടുകൊണ്ട് ഹൗസ് ക്യാമ്പയിൻ വളരെ വിപുലമായി തന്നെ സംഘടിപ്പിച്ചു. നമുക്ക് നജീബ് സാഹിബിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ ഇടപെടലുകൾ നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിന് നിയമസഭയിലെ ഹാജർ 93.7% ഹാജറുണ്ട്. പ്രിയപ്പെട്ട നജീബ് സാഹിബിനെ ശ്രദ്ധ ക്ഷണിക്കൽ 2 പ്രാവശ്യം, ചോദ്യങ്ങൾ 1132 ചോദ്യങ്ങൾ, സ്വകാര്യ ബില്ല് 2 എണ്ണം, നിയമസഭാ പ്രസംഗങ്ങൾ 20 എണ്ണം, അടിയന്തര പ്രമേയം 3 എണ്ണം, സബ്മിഷനുകൾ 13. അദ്ദേഹം നിയമസഭയിലുള്ള കൃത്യമായി തന്നെ ശ്രദ്ധേയമായി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. 18 റോഡുകൾ നവീകരിക്കാൻ 41.74 കോടി രൂപ അദ്ദേഹം ചെലവഴിച്ചു. മിനിമാസ് ലൈറ്റുകൾക്കായി 1.85 കോടി രൂപ ചെലവഴിച്ചു. ഗ്രാമീണ റോഡുകൾക്കായി 12.14 കോടി രൂപ ചെലവഴിച്ചു. ആലിപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് 1 കോടി രൂപ ചെലവഴിച്ചു. രാമഞ്ചാടി അലിഗഡ് കുടിവെള്ള പദ്ധതിക്ക് 100 കോടി രൂപ ചെലവഴിച്ചു. പട്ടികജാതി പട്ടികവർഗ വികസന പ്രവർത്തനങ്ങൾക്ക് 5 കോടി രൂപ അനുവദിച്ചു. 5 വർഷം കൊണ്ട് 105 ഗ്രാമീണ റോഡുകൾ അനുവദിച്ചു. കുട്ടികളിലെ നേതൃത്വ ഗുണം വളർത്തിയെടുക്കാൻ ക്രിയ പദ്ധതി കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് ബൃഹത് പദ്ധതികൾ. വിദ്യാഭ്യാസ മേഖലയ്ക്കായി 6.20 കോടി രൂപ ചെലവഴിച്ചു. അതുപോലെ തന്നെ 4 സ്കൂളുകൾക്ക് ബസ് അനുവദിച്ചു. 11 ലക്ഷം രൂപ വായനശാലകളിലേക്ക് പുസ്തകം നൽകാൻ അനുവദിച്ചു. IAS അക്കാദമി ഒരുക്കിയത് 68 ദിവസം കൊണ്ട്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടെ IAS അക്കാദമി 18,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ. അതോടൊപ്പം തന്നെ ജില്ലാ ആശുപത്രിക്കായി 1.8 കോടി രൂപ അനുവദിച്ചു. 3000-ഓളം പേർക്ക് ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കി. അങ്ങനെ ഒരുപാട് ബൃഹത് പദ്ധതികൾ നടപ്പിലാക്കിയ നജീബ് കാന്തപുരം ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ അദ്ദേഹത്തിന് വോട്ടുകൾ നൽകി പ്രിയപ്പെട്ട നജീബ് സാഹിബിനെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി എല്ലാ വോട്ടർമാരോടും അപേക്ഷിക്കുകയാണ്. ലഹരി വിരുദ്ധ പ്രചാരണത്തിനായി അതിൻ്റെ പേരിൽ ഷോർട്ട് ഫിലിം പുറത്തിറക്കി. ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ 3000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അതുപോലെ തന്നെ കോളനികളുടെ പേര് മാറ്റി സദ്ഗ്രാമം എന്ന പേര് കോളനിക്ക് നൽകി. കോളനികൾക്ക് സദ്ഗ്രാമം എന്ന പേര് നൽകിയത് പ്രിയപ്പെട്ട നജീബ് കാന്തപുരം MLA ആണ്. കോളനികൾ എന്ന പേര് ഒഴിവാക്കി സദ്ഗ്രാമങ്ങൾ എന്ന് പുനർനാമകരണം ചെയ്തു. അദ്ദേഹം കൃത്യമായി തന്നെ അതിലിടപെട്ടു. അങ്ങനെ എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. മിനിമാസ് ലൈറ്റുകൾ 1.85 കോടി രൂപ ചെലവഴിച്ച് 98 മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ ഹെൽത്ത് കാർഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അംഗൻവാടി ടീച്ചർമാർ, ഹെൽപ്പർമാർ, ആശാ വർക്കർമാർ, പരിരക്ഷാ വളണ്ടിയർമാർ, ഹരിത കർമ്മസേനാംഗങ്ങൾ, കുടുംബശ്രീ CDS അംഗങ്ങൾ, ആംബുലൻസ് ഡ്രൈവർമാർ, ട്രോമോ കെയർ വളണ്ടിയർമാർ, വഴിയോര കച്ചവടക്കാർ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, ബാർബർമാർ, തയ്യൽ തൊഴിലാളികൾ എന്നിവർക്കായി MLA ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കി. ജില്ലാ ആശുപത്രി കൂടുതൽ മെച്ചപ്പെടുത്തി. ഇൻസുലിൻ മരുന്ന് സൂക്ഷിക്കാനായി ഫ്രിഡ്ജ് വാങ്ങി നൽകി. റോഡെല്ലാം സൂപ്പറായി. വിദ്യാഭ്യാസ മേഖലയ്ക്കായി ഒരുപാട്
9 സ്കൂളുകൾക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ച് നൽകി. 4 സ്കൂളുകളിലേക്ക് സ്കൂൾ ബസ്സുകൾ അനുവദിച്ചു. വിദ്യാഭ്യാസ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കായി 6.20 കോടി രൂപ അനുവദിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി IAS അക്കാദമി കൊണ്ടുവന്നു. കോവിഡിലും കൈത്താങ്ങായി MLA നിന്നത് നമ്മൾ മറന്നിട്ടില്ല. അതുപോലെ തന്നെ ഇനിയില്ല കോളനി, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ താമസിച്ച കോളനികൾ എന്നത് അഭിസംബോധന ചെയ്യുന്നത് ഒഴിവാക്കി സദ്ഗ്രാമങ്ങൾ എന്നാക്കി എന്നത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ എടുത്തു പറയാവുന്ന കാര്യങ്ങളാണ്. എന്നും ജനഹൃദയങ്ങളിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട നജീബ് കാന്തപുരത്തിന് ഓരോ വോട്ടും കോണിയിൽ നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.